ബഹുമാനപ്പെട്ട KSRTCയിലെ അധികാരികളെ, സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി എന്നിവരെ അറിയാൻ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ 2-3 വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളുമായി ബന്ധപ്പെടുകയും അവർ അയച്ചു തന്ന വീഡിയോകൾ പ്രകാരം വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വേസ്റ്റ് കത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ദുരന്തമായിട്ടും അത് അനുഭവിക്കാൻ ഇത് ശ്വസിക്കുന്ന യുവതലമുറയെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ തലമുറയെക്കുറിച്ചും മനുഷ്യന്മാരുടെ ജീവജാലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെങ്കിൽ ഇപ്രാവശ്യം അതല്ല. അതിനെയും ഞെട്ടിച്ചുകൊണ്ട് KSRTCയുടെ ഓരോ ഡിപ്പോകളും ബോംബായി മാറി, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ബോംബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പല ഡിപ്പോകളിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചില ആളുകൾ, വെൽഫെയർ ഓഫീസർമാർ ഒരു വൗച്ചർ എഴുതാനോ അല്ലെങ്കിൽ ഒരു ബില്ല് തയ്യാറാക്കുന്നതിനോ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ ഫലമായി സർജന്മാരെ ആണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. കാര്യം ഖരമാലിന്യങ്ങൾ അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ പറ്റാത്ത കാര്യങ്ങൾ ശേഖരിച്ച് കൂട്ടാൻ അങ്ങയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, നിങ്ങളുടെ എല്ലാം നിർദ്ദേശമുണ്ടായിരുന്നു. അത് പ്രകാരം പല ഡിപ്പോകളിലും അത് ശേഖരിക്കുകയും അത് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ചില ഡിപ്പോകളിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവർ ഇത്തരം ബില്ലുകൾ എഴുതാനോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പേപ്പർ വർക്ക് ചെയ്യാനോ മടിച്ചുകൊണ്ട് ഇവർ സ്വന്തം കീശയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് JCB വിളിച്ച് ഈ സാധനങ്ങൾ കുഴിച്ചു മൂടിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ തെളിവ് ഞങ്ങൾ തരാൻ തയ്യാറാണ്. ഇവർ പ്രകൃതിയോട് ചെയ്തത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണത്. കാരണം ഈ സാധനങ്ങൾ അവിടെ കിടന്ന് ഇത് വെള്ളത്തിലൂടെയും മഴയിലൂടെ ഒലിച്ച് കുടിവെള്ള സ്രോതസ്സുകളെ നശിപ്പിക്കുകയും കൂടാതെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മൾ അവിടെ വേസ്റ്റ് ഇട്ട് കത്തിക്കുകയാണ്, ഒരു ബാരലിലോ മറ്റോ വെച്ചിട്ട് വേസ്റ്റ് കത്തിക്കുകയാണെങ്കിൽ കത്തിക്കാവുന്ന വേസ്റ്റുകൾ കത്തിച്ച് കളയുമ്പോൾ ആ ബാരലിൻ്റെ ചൂട് അടിഭാഗം ഏതെങ്കിലും രീതിയിൽ തീനാളം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഉള്ളിലേക്ക് പോവുകയും ഇത് എന്നോ നമ്മളറിയാതെ ഇത് കുഴിച്ചു മൂടിയ സാധനം അതിൻ്റെ ഉള്ളിൽ കിടന്ന് തീ പിടിക്കുകയും ഫയർഫോഴ്സ് വന്നാൽ പോലും അണയ്ക്കാൻ പറ്റാതെ ഇത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കും എന്നുള്ള കാര്യത്തിന് ഒരു തർക്കമില്ല. ഉദാഹരണത്തിന് പെരുമ്പാവൂർ ഡിപ്പോയിൽ സംഭവിച്ച കാര്യം തന്നെ നമ്മൾക്ക് അറിയാവുന്നതാണ്. പെരുമ്പാവൂരിൽ വേസ്റ്റ് കത്തിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ തീ എത്തിയിട്ട് ഒരു പ്ലാവിൻ്റെ മരം ഇന്ന് കത്തിപ്പോയി. ഫയർഫോഴ്സുകാർ വന്നിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് കുഴിച്ചിട്ടാൽ ഇതിൻ്റെ ദൂഷ്യഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഗ്രീസ്, ഓയില്, ഡീസല്, പെട്രോള് അല്ലെങ്കിൽ കത്തുന്ന ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉള്ള ഒരു സ്ഥലമാണ്. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കത്തിപ്പോയി കഴിഞ്ഞാൽ ഒരു രാത്രിയിലാണ് തീ പിടിക്കുന്നതെങ്കിൽ ആ കിടക്കുന്ന വാഹനങ്ങൾ മുഴുവനും ആ പെട്രോൾ പമ്പ് ഉൾപ്പെടെ കത്തിപ്പോവുകയും നമ്മുടെ ആ ഒരു പ്രസ്ഥാനം തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന ആളുകൾ പല ഡിപ്പോയിലും ചെയ്തതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടി, കർശനമായ നടപടി സ്വീകരിക്കാൻ ദയവായി താങ്കൾ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇത് വീണ്ടും ആവർത്തിക്കുകയും താങ്കളുടെ നിർദ്ദേശങ്ങൾക്കോ ബഹുമാനപ്പെട്ട MDയുടെ നിർദ്ദേശങ്ങൾക്കോ പുല്ലുവില കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് ഒരിക്കലും ഒരു നല്ല സമൂഹത്തിന് ചേർന്നതല്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടി താങ്കൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തട്ടെ. Thank you.